കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ തന്നെ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു എന്ന് പറയുന്നു. പൗലോസ് ഇവിടെ തന്നെ കടക്കാരൻ എന്ന് പറയുന്നു. നാം കടക്കാരൻ എന്ന് പറയുന്നത് നാം ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിലോ നാം അവർക്ക് കടക്കാരൻ എന്ന് പറയുന്നു. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് സുവിശേഷത്തിൻ്റെ നിമിത്തം ഞാൻ കടക്കാരനായിരിക്കുന്നു എന്ന്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ നിമിത്തം ഞാൻ കടക്കാരനായിരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും തനിക്ക് കിട്ടിയ ആത്മരക്ഷയെ താൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ദൗത്യം തൻ്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യരുതാത്തോളം കാലം കടക്കാരനാകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മയും ഒരു ദിവസം കർത്താവ് തൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു. അതുമല്ല, നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നാം കർത്താവിനെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ പ്രവൃത്തി, ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നും നമുക്ക് കഷ്ടകാലത്തിൽ നമുക്ക് ഉത്തരം അരുളുമെന്നും എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടുവിക്കുമെന്നും ഈ ലോകത്തോട് നാം വിളിച്ചറിയിച്ചില്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരു കടക്കാരായി മാറുന്നു. പ്രിയ ദൈവമക്കളെ, കടക്കാരായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പോകുവാനും കഷ്ടം ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ ശേഷിച്ച ദിവസങ്ങൾ കർത്താവ് നല്ലവനാണെന്നും തന്നെ ആശ്രയിക്കുന്നവർക്ക് വിടുതൽ നൽകുമെന്നും പറഞ്ഞ് നമ്മുടെ അനേകർക്ക് സുവിശേഷത്തെ പറഞ്ഞ് നമ്മുടെ ഓട്ടം തികപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ലോകമെങ്ങും പോയി എനിക്ക് സാക്ഷികളായിരിപ്പിനെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് പോയതുപോലെ ഇന്നും നമ്മളോട് പറയാവുന്ന ലോകത്തിലെവിടെയും ഞങ്ങൾക്ക് സാക്ഷിയായിരിക്കാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷിയായി മാറത്തക്കവണ്ണം ഞങ്ങൾ കർത്താവെ നിന്നിൽ നിന്ന് വാങ്ങിയതിൻ്റെ കടം ആയ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറയുവാൻ തക്കവണ്ണം നമുക്ക് കടം തീർക്കുവാൻ നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങയുടെ കൃപയും ദൈവം, ഇപ്പോൾ ദാനവും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. അപ്പാ, ഓരോരുത്തരെയും കർത്താവെ ദൈവമേ നിൻ്റെ വഴിയിൽ നടപ്പാൻ കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.